ഹായ് ഗായ്സ്, അതായത് വെള്ളിയാഴ്ച 25 രാത്രി സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 8:01 അപ്പം നമ്മളിത് ഇറങ്ങുകയാണ്. അത്യാവശ്യം മഴയും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു ഏത് വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ വണ്ടി വാഗനറാണ്, ഏത് വണ്ടിയാണ് ഉപയോഗിക്കാൻ എല്ലാ വണ്ടിയും നല്ല തന്നെയാണ്, എല്ലാം നല്ല. പിന്നെ യാത്ര ചെയ്യാൻ കുറച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വാഗനർ കുഴപ്പമില്ല. ഒരു ഓടിക്കാനാണെങ്കിലും കസ്റ്റമർക്ക് ഇരിക്കാനാണെങ്കിലും ഒക്കെ സ്പേസും കാര്യമൊക്കെ ഉണ്ട്. എനിക്ക് എങ്ങനെ അത് വിശദീകരിച്ച് പറയണം എന്നൊക്കെ അറിയില്ല, അതുകൊണ്ടാണ്. അപ്പം എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വെള്ളിയാഴ്ച അല്ലേ, ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇൻറ്റർസിറ്റിയൊക്കെ അടിച്ചുവിടാനില്ല. അപ്പം നോക്കേ ഗൈസ്, ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ട് കാണാം. ഹായ് ഗൈസ്, അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 8:25 നമ്മുടെ റൂമിൽ തന്നെയായിരുന്നു, വണ്ടിയിലിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിത് എടുത്തു. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 230 രൂപേൻ്റെ ഓട്ടമാണ് കാണിച്ചിട്ടുള്ളത്. അറിയത്തില്ല എത്രയാണ് എന്താ അവസ്ഥ എന്നുള്ളത് ഗൈസ്. അതെന്തായാലും അത് ഇങ്ങോട്ടാണ്, സാധാരണ നമ്മൾ അങ്ങോട്ടാണ് പോവാറ്. കാരണം കസ്റ്റമർ ഇവിടെയാണുള്ളത്. 140 മീറ്റർ ബൈക്കാരൻ പോക്കോട്ടല്ലേ. ഇത് നമുക്കറിയുന്നതല്ലേ മഴയത്ത് ബുദ്ധിമുട്ട്. ഒരു റോഡ് അയ്യോ വലിയൊരു ഗട്ടറുണ്ടല്ലോ. ഈ റോഡിൻ്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടും, അതാണ്. അയ്യോ, ഇവർ രണ്ടുപേരും ഒതുങ്ങണമൊന്നുമില്ല. വണ്ടിയിൽ തട്ടിയവർ കൂടാ, അത് കുഴപ്പമൊന്നുമില്ല. ആ മേത്തന്നെ ഇടണേ. എനിക്കങ്ങനെ എടുക്കാൻ പറ്റുമ്പോൾ അതിലല്ലോ ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മുടെ ലൊക്കേഷനിത് എത്തിയിട്ടുണ്ട്. കറക്റ്റ് നമ്മുടെ ലൊക്കേഷനിലാണ് ഞാൻ ഉള്ളത്. ഒന്ന് വിളിച്ച് നോക്കട്ടെ ഗൈസ്. ആകെയുള്ളൊരു പ്രശ്നം അതാണ്, വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല. എടുത്തിട്ട് പറയാം എന്നാൽ ഇന്ന സ്ഥലത്താണ്, 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്, ഒരു കുഴപ്പമില്ല. ഒരു മര്യാദയില്ലേ. നമ്മളിവിടെ ഒരു ചെറിയ പോക്കറ്റ് റോഡിൽ വന്നിങ്ങനെ നിൽക്കുന്നു. അടുത്തില്ലേ നന്നായി പോയി. ഞാനെന്തായാലും 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഞാൻ വണ്ടി അടുത്ത് പോകും. ചിലപ്പോൾ എന്താ റിങ്ങല്ലായിരുന്നോ? ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു. 4927. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, നമ്മളെ ഫോറമാളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലാണ്. അപ്പോൾ ആരാണ്ട് ഇറങ്ങിയിട്ട് കറക്റ്റ് സ്ഥലപ്പേര് എനിക്കറിയില്ല. പുള്ളിക്കാരി ഇവിടെ ED-യിൽ വർക്ക് ചെയ്യാണ്. പറഞ്ഞിട്ടോ കാര്യം ഗായ്സ്, ഫെയറും കാര്യമൊക്കെ ഇപ്പോൾ പറയാം. ഒരു മിനിറ്റ്. 219 രൂപ 90, 220 രൂപ കിട്ടി. ക്യാഷ് കളക്ട് കാണിച്ചത് 290 എനിക്ക് കിട്ടിയത് 220 രൂപയാണ്. 12 കിലോമീറ്റർ റണ്ണിങ്, 25 മിനിറ്റ്. 12 കിലോമീറ്റർ 25 മിനിറ്റ്, 120 രൂപ. എൻ്റെ ഏണിങ്സ് ടോട്ടൽ ഫെയർ വന്നത് 290.
ഓക്കെ. അപ്പോൾ എന്നാൽ ഇനി അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഗൈസ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മളെ ഫോറം മാളിൻ്റെ അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മളെ എന്താ പറയുക ക്രൗൺ പ്ലാസ, അത് കഴിഞ്ഞിട്ട് ജംഗ്ഷനിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ തൃപ്പുണിത്തറ ഭാഗത്തേക്കാണ്. അപ്പോൾ എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. ഗൈസ് നമ്മളിത് കസ്റ്റമർ എടുത്തെത്തിയിട്ടുണ്ട്. അതായത് ലൊക്കേഷൻ കാണിക്കുന്നിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. അത് കറക്റ്റ് ലൊക്കേഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കറക്റ്റ് ലൊക്കേഷനിൽ അസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെൻട്രൽ അസറ്റ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ മുന്നിലാണുള്ള സനലാണ്. ഓക്കെ, നമ്മളൊന്ന് പുള്ളിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് പോയിട്ട് യൂ ടേൺ അടിച്ച് വരുന്നുണ്ട് ഗൈസ്. ഇതാണ് പ്രശ്നം, ഒരാളും വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. ഊബറിൻ്റെ പക്കാണോ അതോ ഒരു ഫോൺ എടുക്കുക എന്നുള്ള പ്രതിജ്ഞ എടുത്തതാണോ എന്തായാലും എനിക്കറിയില്ല. പുള്ളിനെയാണ് നമ്മൾ ഈ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ. പുള്ളി ഫോണെന്ന് പറഞ്ഞ സാധനം എടുക്കുന്നില്ല. പിന്നെ നമുക്ക് അതിന് മുന്നിൽ സീഡാക്കാൻ സ്ഥലമില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ സീഡാക്കിയിട്ടുണ്ട്. പുള്ളി ഓടത്തല്ലേ ഫ്രണ്ടിലേക്ക് വരിക ചെയ്യുകയാണെച്ചാൽ നമ്മളങ്ങോട്ട് പോകും, അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും ഒരു 5 മിനിറ്റ്. അത് കഴിഞ്ഞാൽ ക്യാൻസലാക്കി നമ്മൾ വണ്ടി എടുത്ത് പോകും. അത്ര തന്നെ, വേറെ എന്താ ഗൈസ്. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. എലിജിബിൾ ടു ക്യാൻസലേഷൻ ഫീ എന്നാണ് പറയുന്നത്. ഇത് നല്ല മഴ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ റൈഡർ നോട്ട് ഷോ അപ്പ് കാണിക്കല്ലേ, റൈഡർ നോട്ട് ഷോ അപ്പ് കാണിച്ച് ക്യാൻസലിൻ്റെ പ്രിഫറൻസ്. നമ്മൾ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. നമ്മൾ വണ്ടി എടുക്കുകയാണ്. നമ്മൾ 15 രൂപയാണ് കിട്ടിയിട്ടാ ഇതിന്. 1.5 കിലോമീറ്റർ 1.5 കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് പോകുന്നു. ക്യാൻസലേഷൻ ഫീ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 15 രൂപയാണ്. അറ്റ്ലീസ്റ്റ് ആ പുള്ളിക്ക് ഫോൺ ബുക്ക് ചെയ്തിട്ട് ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ 2 ലേറ്റ് ആവുന്നു വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞാലും മതി എടുത്തിട്ട്. അതല്ല ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളത് കുണ്ടന്നൂർ പാലത്തിൻ്റെ ചുട്ടുണ്ട് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് നമ്മുടെ വണ്ടിക്ക് ഒരു ഫൈൻ കിട്ടിയത്. നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു 250 രൂപ. ഞാൻ കാണിച്ചുതരാം, കാണിച്ചുതരാം. ഇവിടെ ഒരു ബോർഡുണ്ട് നോ പാർക്കിംഗ് എന്നുള്ളത്. ഇത് ഞാൻ കണ്ടിട്ടില്ല, ഈ ബോർഡ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാനത് ഇവിടെ ലോറിയൊക്കെ ഒരുപാട് പാർക്ക് ചെയ്തിട്ടുണ്ട്, ലോറിയും കാറും എല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലോക്കും കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാനത് ഇവിടെയാണ് പാർക്ക് ചെയ്തത്. ഈ ഒരു സൈഡിൽ സ്പേസ് ഉണ്ടല്ലോ, അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് പോലീസ് ജീപ്പ് ബാക്കിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഗ്ലാസ്സിൽ കാണുന്നുണ്ട്. അതിൽ മൈൻഡ് ചെയ്തില്ല. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് നോക്കിയപ്പോൾ 250 രൂപ ഫൈന്. എങ്കിലും വണ്ടി സൈഡാക്കിയിട്ട് അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കഴിച്ചു. അവിടേക്ക് ഓട്ടാൻ സാധാരണ ഇവിടെ സൈഡാക്കാറുണ്ട്. ഈ ഒരു സൈഡിൽ ചള്ളിപ്പിളി കാണുമ്പോൾ വണ്ടി നമുക്ക് അങ്ങോട്ട് എടുക്കാൻ തോന്നുന്നില്ലേ. ഇവിടെയാണ് പാർക്ക് ചെയ്യാറ് കേട്ടോ. സെക്യൂരിറ്റി കാണാൻ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഞാൻ പാർക്ക് ചെയ്തില്ല. അപ്പോൾ എന്തായാലും അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഗൈസ്. നമുക്കിത് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഫോറം മാളത്തിൻ്റെ ഫ്രണ്ട് ഞാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. കടവന്ത്രയാണ് കാണിക്കുന്നത്, ലൊക്കേഷൻ കാണിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം എങ്ങോട്ടായിരുന്നു എന്തായിരുന്നു എന്നുള്ളത്. പുറത്തെ ലൊക്കേഷൻ കൊടുത്തിട്ടില്ല, അകത്ത് ചെല്ലേണ്ടി വരുമോ അതോ പുറത്ത് നിൽക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എക്സിറ്റ് നാവിഗേഷനാവും.
ലൊക്കേഷൻ ഇപ്പോൾ അകത്തേക്ക് മാറ്റി. നമ്മൾ പുറത്തേക്ക് ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു അകത്തെ ഫ്രണ്ടിൽ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ലൊക്കേഷൻ. പിക്കപ്പ് ലൊക്കേഷൻ മാറ്റിയിട്ടുള്ളത് തന്നെയാണ് ഗൈസ്. കുഴപ്പമില്ല, നമ്മൾ വിളിച്ചാണ്ട് ചെല്ലുമല്ലോ, വലിയ സീനൊന്നുമില്ലല്ലോ. അക്ഷയ് എന്നാണ് തോന്നുന്നത്. അക്ഷയ് മുടിയാക്കി പുള്ളിനെ തോന്നുന്നു. അമ്പത്തൊമ്പത്. ഓക്കെ ഓക്കെ. 59 98 ചേട്ടാ 59 92. അടച്ചില്ലല്ലോ. ഒരു മിനിറ്റ് മൊത്തം ലൊക്കേഷൻ എന്തോ. ലൊക്കേഷൻ നമ്മൾ കടവന്ത്ര വഴി, കടവന്ത്രയിൽ ഒരു 2 മിനിറ്റ് റെസ്റ്റോറന്റിന്റെ അവിടെ താങ്കേരിന്റെ അവിടെ നിന്ന്. വെയിറ്റിംഗ് ഇടണോ അതിനകത്ത്? സ്റ്റോപ്പ് വെച്ചാൽ മതി അല്ലേ? സ്റ്റോപ്പ് വെച്ചാൽ സ്റ്റോപ്പ്. ഒരു മിനിറ്റ്, ഞാൻ ഈ ലൊക്കേഷനെ കടന്ന് കറങ്ങുന്നത്. അല്ല നമുക്ക് നേരെ പോവാം, കുഴപ്പമില്ലല്ലോ. ഇല്ല കുഴപ്പമില്ല. ഇവർ ഈ ഊബറിന്റെ ആപ്പ് ഫസ്റ്റ് തരുന്ന ഒരു റൂട്ടുണ്ടല്ലോ, ആ റൂട്ടിൽ തന്നെ പോകണം. അതായത് പറഞ്ഞ മാതിരി ലൊക്കേഷൻ വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പോകുന്ന പോക്ക് അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നിർത്താനുള്ള പെർമിഷൻ നമുക്കില്ല. അതുകൊണ്ടാണ് നിർത്തുന്നത്. പക്ഷെ അവരുടെ പ്രകാരം, നിയമപ്രകാരം അതില്ല. അപ്പൊ അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിക്കുകയാണെന്ന് വെച്ചാൽ അവര് നമുക്ക് ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നും തരത്തില്ല. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയുള്ള എല്ലാ വക കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്തിട്ടില്ല. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പണിയാവും മാത്രമേ. ചില കസ്റ്റമേഴ്സ് നമ്മളോട് പറയും, എടാ നിന്റെ വീട്, അങ്ങനെ കറങ്ങേണ്ട ആവശ്യമില്ല, ഇങ്ങനെ എടുത്തോന്ന് പറയും. അതിന് എന്താണെന്ന് അറിയാം. അപ്പൊ ഞാൻ ഇതേമാതിരി എനിക്കൊരു അനുഭവം ഉണ്ടായിട്ട് ഞാൻ അങ്ങനെ കൊണ്ടുപോയി. ഫെയർ കട്ട് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഊബർ തന്ന റൂട്ടിനല്ല പോയിട്ടുള്ളത്. ഊബർ തന്ന റൂട്ടിന് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കിലോമീറ്ററിൽ മാറ്റം വരും. അപ്പൊ നിങ്ങൾ വരുന്ന ഫെയർ നിങ്ങൾ കട്ട് ചെയ്യും. ഓൾറെഡി പിടിച്ചിട്ട് ആകെ കിലോമീറ്ററിന് 15, 13 അതിന്ന് ഈ ഒരു പേരും പറഞ്ഞ് കട്ട് ചെയ്യും അവര്. എല്ലാവരോടും ഭയങ്കര റേറ്റ് കുറവ് ഊബറിന് ഇപ്പം. അത് നമുക്കുള്ള പണിയാണ്. എന്താ പറയാ, കസ്റ്റമറെ പിടിക്കാൻ വേണ്ടിട്ടേ. അതിന് വേണ്ടിട്ടല്ലേ? അത് റേറ്റ് കാണുന്നില്ല, പെട്ടെന്ന് പോയി ബുക്ക് ചെയ്യുള്ളൂ അല്ലേ? റേറ്റ് കുറഞ്ഞല്ലേ നിങ്ങൾ എന്തായാലും ബുക്ക് ചെയ്യുള്ളൂ. ബുക്ക് ചെയ്യുള്ളൂ, അതാണത്. നമുക്ക് പാടാന്ന് ഇത്രയും ഓടിയിട്ട് റിസ്ക് എടുത്തിട്ട് നമുക്കൊന്നും കിട്ടത്തില്ല. അതിന്റെ പുറമെയാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളില്. നമ്മള് കസ്റ്റമേഴ്സിനോട്, ചില കസ്റ്റമേഴ്സിനോട് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും, മനസ്സിലാവത്തില്ല. അവരത് പിന്നെ എന്നുള്ള രീതിയിൽ നമ്മൾ എന്താ ചെയ്യും, നമ്മൾ നിർത്തി കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ അവർ പറഞ്ഞ് കേട്ടിട്ടില്ലെങ്കിൽ നേരെ പോയിട്ട് നമുക്കത് ഫീഡ്ബാക്ക് ഇടും. കംപ്ലൈന്റ് ഫീഡ്ബാക്കും കംപ്ലൈന്റ് ചെയ്യും, ഓട്ടം കുറയും. ഭയങ്കര ദുരന്താണ്. എന്നിട്ടാണ് അപ്പൊ അറിയാലത്. ഉണ്ടാവും. വന്നു ക്യാഷ് 939 രൂപ. അതെങ്ങനെയാണ്? എനിക്കറിയില്ല. ഇതിനകത്ത് 939.99 പൈസ കാണിക്കും. അത് മാറ്റി വെക്കുന്ന ആദ്യം എത്ര കാണിച്ചായിരുന്നു? ആദ്യം 220. അതിപ്പോഴും എനിക്ക് 600 സംതിങ് കണ്ടിട്ട് കാണിക്കുന്നത്. ഇപ്പൊ കാണിക്കുന്നുണ്ട് അല്ലേ? അതെന്താണോ അറിയത്തില്ല. ഞാൻ പറഞ്ഞത് ഇവന്മാരിത് ബഗ്ഗാണോ? ബഗ്ഗല്ല, ഇവന്മാരിത് എന്താ പ്രശ്നം, നിങ്ങളത് കംപ്ലൈന്റ് ചെയ്യണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കാരനൂടെ ഊബർ ഓടിക്കുന്നല്ലേ. അതെന്താ ഇത് എനിക്കറിയത്തില്ല എന്താന്നുള്ളത്.
അവരിതിന്റെ കമ്മീഷൻ എടുത്തിട്ടാണല്ലോ ബാക്കി നമുക്ക് തരിക. ഇത്രയും പേയ്മെന്റ് ചെയ്യേണ്ടി വരും? ഇല്ല, അത് ഒന്ന് ജസ്റ്റ് ചെയ്യും, ഇപ്പൊ തന്നെ അവിടെ നിന്ന് ചെയ്യുക. എന്താ സംഭവം എന്നുള്ളത് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വിളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു. ആ ലൊക്കേഷൻ മാറ്റിയപ്പോഴോ റേറ്റ്? ലൊക്കേഷൻ മാറ്റിയപ്പോൾ അത് വേറെ ഏതെങ്കിലും ലൊക്കേഷൻ കൊടുത്താ? ദൂരം കൊടുത്താ? ദൂരം കൊടുത്തില്ല, സെയിം തന്നെ നമ്മൾ കൊടുത്തത്. സെയിം തന്നെ 2 ലൊക്കേഷൻ കൊടുത്തു. സെയിം തന്നെ 799 ആണെന്ന് ഇവരെ പ്രശ്നമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിയിട്ട് ഡ്രോപ്പ് അപ്ഡേറ്റ് ഇപ്പൊ എത്രയാണ് ചെയ്യും? നോക്കുന്നത് മുന്നേ നോക്കിയിട്ട് ഈ നേരമാകുമ്പോ ഇനി വേറെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചാൽ കിട്ടുന്നില്ല. കിട്ടുന്നില്ല, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഇതിന്റെ 205 ജംഗ്ഷനിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. 219 220 പേയ്മെന്റ് ചെയ്തിട്ട് പിന്നെ ക്യാൻസൽ എന്ത് ചെയ്യണ്ടോ? അത് അങ്ങനെ ചെയ്താലുള്ള ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞല്ലേ. ആൾക്കാരുടെ അവരുടെ ഇത് കമ്മീഷൻ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഫെയർ കാണിക്കുക. പിന്നെ ഒരു കാര്യം ചെയ്യണം, ഇതിപ്പോ ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ പേയ്മെന്റ് തരാം ഇതിനുള്ള. അങ്ങനെ ആണെങ്കിൽ പിന്നെ എനിക്ക് ഇത്രയും പൈസ കൊടുക്കേണ്ടി വരും. അതെ അതെ, ഒന്ന് ചെയ്ത് നോക്കി, ക്യാൻസൽ അടിച്ചു നോക്കി. അപ്പോൾ അതിൽ ചെറിയൊരു എമൗണ്ട് പോകും, കാരണം വണ്ടിയിൽ കയറിയില്ലേ. ക്യാൻസലേഷൻ ഫെയിൽഡ് കാണിക്കുന്നത്. കസ്റ്റമർ ബിഹേവിയർ ഒന്നും കൊടുക്കരുത്. എങ്ങനെ? കസ്റ്റമർ അല്ല, ഡ്രൈവർ ബിഹേവിയർ ഒന്നും കൊടുക്കരുത്. അത് ആപ്പിന്റെ എന്തെങ്കിലും കൊടുത്താൽ മതി. ഏതാണ് അതെ ഇതിന് ഇങ്ങനെ ഓണടിച്ചോണ്ടേ ഇരിക്കും ഇവിടെ വൈറ്റില ജംഗ്ഷനിൽ. ഇറങ്ങി പിടിച്ച് മേളാണ് ഓണടിച്ചോണ്ടിരിക്കണം അല്ലേ? ഇതിപ്പോ ക്യാൻസൽ ആവുന്നില്ലേ? ക്യാൻസലേഷൻ ഫെയിൽഡ് കാണിക്കുന്നത്. നമ്മൾ എത്തിയല്ലോ ഇവിടെ കടവന്തറ. ഞാൻ ക്യാൻസൽ ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ ക്യാൻസൽ ചെയ്താലും ആ ഫെയർ കാണിക്കുന്ന എനിക്ക് ഞാൻ ഇവിടുന്ന് ക്യാൻസൽ ചെയ്താലും ആ ഫെയറിന് കാണിക്കും. ഈ ഒന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കിയേ, ഇതൊന്നും ചെയ്ത് നോക്കി. ഒന്നും കൂടി ചെയ്ത് നോക്കി. ക്യാൻസലേഷൻ ഞാൻ ലൊക്കേഷൻ ഒന്ന് മാറ്റി ജംഗ്ഷനിലേക്ക് ഒന്ന് കൊടുത്തു നോക്കാം. ഒന്ന് കൊടുത്തു കടവന്തറ ജംഗ്ഷൻ ആക്കി നോക്കാം. നാളെ ഒരു കസ്റ്റമർ കെയറിലൊന്ന് വിളിച്ചവരോട് നിനക്ക് ചിലപ്പോൾ ഫണ്ട് റീഫണ്ട് ആയിട്ട് കിട്ടുന്നുണ്ടാവും. പക്ഷെ അത് ഇപ്പോഴും 638 കാണിക്കുന്നത്. ഇപ്പൊ 638, എൻ്റെ 849 കാണിക്കുന്നത്. അതെനിക്ക് കിട്ടുന്ന ക്യാഷ് 638. ഈ ബാക്കി വരുന്ന 200 സംതിങ് ഓരോ കമ്മീഷൻ. ഞാൻ പറഞ്ഞ മനസ്സിലായി, നീ എനിക്ക് 200 തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്മീഷൻ അവിടെ പോകും. മനസ്സിലായി. ഞാനതാണ് അവരോട് പറഞ്ഞത്. അല്ല ബ്രോ, ഇതിപ്പോ തൽക്കാലം ക്യാൻസൽ അടിക്കാം. നീ ക്യാൻസൽ അടിച്ചോ? ക്യാൻസൽ അടിച്ചിട്ട് എന്താന്നുള്ളത് ബാക്കി കസ്റ്റമർ കെയറിൽ വിളിച്ചു ചോദിച്ചാൽ ഇപ്പൊ തന്നെ അടിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വക്കാവേ. അല്ല, എനിക്കും ഇത് ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ എക്സ്പീരിയൻസ്. ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് ഞാനും പറഞ്ഞു എനിക്ക് അറിയത്തില്ല. വിളിച്ചു നോക്കി. നിങ്ങൾ വിളിക്കുമ്പോൾ കിട്ടണ്ടാവും, ഞങ്ങൾ വിളിച്ചാൽ എന്തായാലും കിട്ടത്തില്ല. രാത്രി 8 മണി വരെ ടൈം, രാവിലെ 10 to രാത്രി 8 മണി വരെ. അതിന് എമർജൻസി നമ്പർ ഉണ്ടാവും, അതിൽ വിളിച്ചു നോക്കി. അങ്ങനെയല്ല, അത് തന്നെ ആപ്പിൽ തന്നെ ഉണ്ടായിരിക്കും. മറ്റേ റൈഡറിന്റെ ആ ക്യാൻസലേഷൻ ഇതിൽ എമർജൻസി സിറ്റുവേഷൻ അങ്ങനെ കൊടുക്കുന്നുണ്ടാവും. എമർജൻസി കൊടുത്താൽ മതിയോ? കൊടുത്തു നോക്കുക. ഫീഡ്ബാക്ക് കോളിനല്ലേ ഇത്? സേഫ്റ്റി എമർജൻസിയിൽ കാണിക്കുന്നില്ല. സേഫ്റ്റി കോൾ സേഫ്റ്റി സപ്പോർട്ട്. നിങ്ങൾ കാര്യം ചെയ്യും, മറ്റേ കേരള സവാരി ആപ്പില്ലേ, അതാണ് ടൈമിംഗ്. എനിക്കൊന്ന് അവരുടെ ഓഫീസിന്റെ ഇതായിരിക്കുമല്ലോ അല്ലേ, അതിൽ വിളിച്ചാൽ മതി. അതാകുമ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതൊക്കെ കറക്റ്റ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കിലോമീറ്ററും ചാർജ് ഒക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഇന്ന ഡ്രൈവർക്ക് ഇന്ന കിലോമീറ്ററിന് ഇന്ന പൈസ ഒന്നും രേഖയൊന്നുമില്ല. അത് അവർ തീരുമാനിക്കുന്നതാണ്, ഊബർ തീരുമാനിക്കുന്നതാണ്. കേരള സവാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും കിട്ടുന്നില്ല. കണക്ടിങ് എനിക്കൊന്ന് നാളെ രാവിലേക്ക് രാവിലെ വിളിച്ച് ചോദിക്കാം. എന്നെ ഇപ്പൊ ജംഗ്ഷനിൽ ഡ്രോപ്പ് ചെയ്തോ? ഞാൻ 220 GP ചെയ്യാം. 220 അല്ലേ? ഓക്കെ, ഞാൻ പിന്നെ അത് കംപ്ലൈന്റ് ചെയ്യാൻ നിൽക്കേണ്ടി വരും. അല്ല, ഞാൻ കംപ്ലൈന്റ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അത് നീ കംപ്ലൈന്റ് ചെയ്താലും എനിക്ക് കിട്ടാൻ നോക്കുന്നത് ആണല്ലേ? അത് കംപ്ലൈന്റ് ചെയ്താലും ബാക്കി ഇത് കിട്ടല്ലോ.
അല്ലേ? ഇല്ല, എനിക്ക് കിട്ടത്തില്ലല്ലോ. ഓ, അങ്ങനെ പ്രശ്നമുണ്ടല്ലേ? ആ, എന്റെ 600 ഇതിനൊരു കമ്മീഷൻ 200 സംതിങ് കമ്മീഷൻ പിടിക്കാവര്. ഓ, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടല്ലേ ഇതിനകത്ത്? ആ, അതാണത്. അതായത് ഇന്ത്യയിൽ കാണിക്കണ 638ആണ്, തന്റെ കാണിക്കണ 878ആണ്. ആ 878 നീ എനിക്ക് തരുമ്പോ എനിക്ക് 600 സംതിങ് എനിക്ക് കിട്ടുക, ബാക്കി 200 സംതിങ് ഓരോ കമ്മീഷൻ പോവും. അപ്പൊ നീ എനിക്ക് 200 രൂപ ചെയ്യുകയാണെങ്കിൽ ഡ്രോപ്പ് ഓഫ് അപ്ഡേഷൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കാണിച്ചിട്ട് ഫ്രണ്ടിലോട്ടല്ലേ? അങ്ങനെ വന്ന് എനിക്ക് ഒന്ന് ബഗ് ആയിരിക്കും അല്ലേ? അറിയത്തില്ല, എനിക്ക് ഫസ്റ്റ് ടൈമാണ്. 850 രൂപ ഇവിടുന്ന് എയർപോർട്ട് ആലുവരെ പോയാലും അത്രയും. അതാണ് ഞാൻ കംപ്ലൈന്റ് ചെയ്യാൻ കുഴപ്പമില്ല. ഇത് ഇവിടെ പോയി ഇവിടെ നിർത്തിയാൽ ഇവിടെ നിർത്തിയാലും മതി, കുഴപ്പമില്ല. ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് കയറ്റിയെടുത്ത് പറഞ്ഞപ്പോഴേ ഓക്കെ. അന്ന് ബ്രോ ക്യാൻസൽ എടുക്കാൻ പറ്റുമോ നോക്കിയൊക്കെ? ഞാൻ നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുക. ക്യാൻസൽ അല്ല, ട്രിപ്പ് കംപ്ലീറ്റ് ആയി. കാരണം നീ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തില്ലേ? അതുകൊണ്ടല്ലേ. ഇനിയിപ്പോ ട്രിപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയി. നമ്മളൊരു കളക്ട് പേയ്മെന്റ് കാണിക്കുന്നത് 849 രൂപ. അത് നീ ഒന്ന് കണ്ടോ? 849 കാണിക്കുന്നത്. അതായത് ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും ബുദ്ധിമുട്ടാവുന്ന കേസാണ്. ഞാനത് എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കും ഒരു ഐഡിയ ഇല്ലാത്തത്, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എമർജൻസി നമ്മൾ രണ്ടുപേരും കൂടെ വിളിച്ചാലേ? അല്ല, എന്റെ ഞാൻ ട്രിപ്പ് കംപ്ലീറ്റ് ഊബർഗോ കംപ്ലീറ്റ് കാണിച്ചു കഴിഞ്ഞാൽ പിൻ ചെയ്ത് മാറ്റിയാലോ? അല്ല, ഇപ്പൊ നമ്മൾ ലൊക്കേഷനിൽ ഡ്രോപ്പ് ഒന്നും മാറിയിട്ടല്ലേ കിടക്കുന്നത് അല്ലേ? അല്ല, നമ്മൾ എത്തിയല്ലോ, നമ്മള് ലൊക്കേഷനിൽ എത്തിയല്ലോ. കുറച്ച് അപ്പുറത്തോട്ട് ഇവിടുന്ന് ക്യാൻസൽ എടുക്കാൻ പറ്റുമോ? അല്ല, എന്റെ ട്രിപ്പ് കംപ്ലീറ്റ് കാണിക്കുന്നത് കംപ്ലീറ്റ് ക്യാൻസൽ എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് അല്ലേ? ഞാൻ ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തില്ലേ? ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇനി ആ കംപ്ലീറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഊബർ പോകുന്ന അടി എനിക്ക് ഇങ്ങനെ ഓപ്ഷൻ വരില്ല ഇവിടെ. ഞാൻ മലപ്പുറം. ഞാൻ കോഴിക്കോടാ. ഞാനവിടെ താനൂര്. ശരി. ട്രിപ്പ് ക്യാൻസൽ. ട്രിപ്പ് യു വിൽ ക്യാൻസൽ. എന്താ പ്രശ്നം? ക്യാൻസലേഷൻ ഫെയിൽഡ്. എന്തോ ബഗ്ഗാണെന്നാ തോന്നുന്നത്. സീരിയസ് പക്ഷെ എമർജൻസിയിൽ അവർ വിളിച്ചിട്ടേ നാളെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുഷപ്പ് ചെയ്തോണ്ടാ, കുഴപ്പമില്ല. ഞങ്ങളൊക്കെ നാളെ വിളിച്ചോണ്ട് അതിന്റെ എനിക്ക് ഒന്നും കിട്ടത്തില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ക്യാൻസൽ ആണല്ലോ അല്ലേ? എന്തോ ആയി. ക്യാൻസലായോ? ഇല്ല. ഒരു കാര്യം ചെയ്യും ബ്രോ, നാളെ ട്രൈ. ഞാൻ 220 ജീപ്പ് ചെയ്യാം. അതെന്തോ ഇപ്പൊ കംപ്ലീറ്റ് കാണിച്ചല്ലേ? ഞാൻ അവിടെ കൊടുത്തു. എന്റെ ഞാൻ കാണിച്ചില്ല. എന്റെ രസകരം കാണിച്ചാൽ ഇപ്പൊ 11 എന്റെ അടുത്ത് ഞാൻ ഇന്ന് ഓടി കിട്ടിയിട്ടുള്ളൂ. എനിക്ക് ആ പൈസ അങ്ങോട്ട് പോയി. അതിപ്പോ എനിക്ക് 606 കയറി. 606 എനിക്ക് കാരണം എനിക്ക് വേറെ കിട്ടണം. പക്ഷെ അത് കിട്ടത്തില്ല. 1318 അതായത് നീ എനിക്ക് 200 രൂപ തരുള്ളൂ. ബാക്കി 800 സംതിങ് എന്നുള്ള 200 രൂപ ഒരു പിടിച്ചു കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഇനി ഒന്നും കിട്ടത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തന്റെ പ്രശ്നമൊക്കെ മനസ്സിലാവും. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്ന ഒരു പ്രശ്നമാണ്. തന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കാം. എന്തായാലും നാളെ വിളിച്ചിട്ട് എമർജൻസി അല്ലേ? ഇങ്ങനെ സംഭവിച്ചില്ല കേട്ടോ. സ്ഥിരം ഇടയ്ക്ക് 2 ദിവസം കൂടുമ്പോഴേ വിളിക്കുന്ന ആളാ. അത് എനിക്കറിയത്തില്ല. ഞാനിപ്പോ അവരെ വിളിച്ചു പറഞ്ഞാൽ മേ ബി ശരിയാക്കാം. നമ്പർ ഒന്ന് ഞാൻ സേവ് ചെയ്ത്. എന്റെ നമ്പർ മോർണിംഗ് ഒരു 10 മണിക്ക് ഫ്രീ ആവും. എമർജൻസി വിളിച്ചിട്ടെ ഇങ്ങനെ സംഭവം നേരം ഉണ്ടായിട്ടുണ്ട്. എന്റെ അടുത്ത് ക്യാഷ് പോയിട്ടുണ്ട്. ക്യാഷ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ നിങ്ങൾക്ക് ക്യാഷ് ആഡ് ചെയ്ത് തരും. അപ്പൊ ഞാൻ ബ്രോക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. എനിക്കറിയില്ല. ഞാൻ എന്തെങ്കിലും കംപ്ലൈന്റ് ചെയ്യാം. 243 രൂപയാണ് അവരുടെ ട്രിപ്പ് ബാലൻസ് മൈനസ് ചെയ്തിരുന്നത്. നീ 200 രൂപ തന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ 23 രൂപ അങ്ങോട്ട് കൊടുക്കണം. മനസ്സിലായോ? കഷ്ടപ്പെടാൻ ഇങ്ങനത്തെ ഓരോ പണി വരുമ്പോ അതാണ് പറഞ്ഞത്.
ജീപ്പ് ചെയ്തിട്ടുണ്ട്. ബ്രോ ഒന്ന് ആളെ വിളിച്ചു തന്നെ നമ്പർ പറയാം കേട്ടോ. 88 എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്പർ ഒരെണ്ണം കൂടി 8848 ഇല്ലില്ല കോളൊന്നും ഇതല്ല ലാസ്റ്റ് 46 അല്ലേ 046. ആക്ടർ എന്താണ്? ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലാണ്. ആണല്ലേ? കന്നഡ ഇൻഡസ്ട്രി. അപ്പോൾ ഞാൻ എന്തായാലും എന്നെ വിളിക്കാം. ബ്രോ വിളിച്ചാൽ ഓക്കെ ബ്രോ. ശരി, താങ്ക് യു. ആ ക്യാഷ് പോവോ ഇല്ല എന്നുള്ളത് നാളെ ഞാൻ എന്തായാലും പറയാം. എനിക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, ഞാൻ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്നിട്ട് ഊബർ ആപ്പ് ഓഫ് ആക്കിയിട്ടിട്ട് അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇവിടുന്ന് യൂട്ടേൺ അടിച്ച് വേണം പോകാനേ. അപ്പോൾ സിഗ്നൽ ഓപ്പൺ ആയതുകൊണ്ട് നല്ല വണ്ടിയുണ്ട്. ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരനൊന്ന് വിളിച്ചു നോക്കാം. എന്തെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യാൻ നോക്കാം നമുക്ക്. ആ ചേട്ടാ എവിടെ നിൽക്കുന്നത്? വഴിയുടെ അറ്റത്തേക്ക് നമ്മളെ ബാറില്ലേ? ഞാൻ ബാറിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ യൂട്ടേൺ അടിച്ചു തരണം അല്ലേ? ആ ബാറിന്റെ സൈഡ് തന്നെയല്ലേ? അപ്പൊ ഞാൻ എന്നാ ബാറിന്റെ ഫ്രണ്ട് കൂടി യൂട്ടേൺ അടിച്ചിട്ട് അങ്ങോട്ട് വരാം. ഓക്കെ, ഫ്രണ്ടിലാന്ന് പറഞ്ഞു. നമ്മളിവിടെ നിൽക്കാം. നമ്മൾ റൂട്ടിലേക്ക് എത്തിയിട്ട് നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് കണ്ടു പോവാം. ഓക്കെ, ഇപ്പം കറക്റ്റ് ലൊക്കേഷനാണ് നിൽക്കുന്നത് കേട്ടോ. എന്തായാലും കസ്റ്റമർ വന്നിട്ട് കാണാം ഗൈസ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിത് ലൊക്കേഷനിലെത്തി അവരെ ഡ്രോപ്പ് ചെയ്ത്. അപ്പോൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ ഒരു കത്തിക്കുത്തൊക്കെ നടന്നല്ലോ. ഒരു പെൺകുട്ടി ഏതൊരാളെ ബിയർ ബോട്ടിൽ പൊട്ടിച്ച് കുത്തിയില്ലേ, ആ ബാറിലേക്ക് ട്രിപ്പ്. കറക്റ്റ് 3.65 കിലോമീറ്റർ, 111 രൂപ ഫെയർ, 8 മിനിറ്റ് റണ്ണിങ്, 8 മിനിറ്റിലോ 9 മിനിറ്റ് റണ്ണിങ്. ഓക്കെ, ഞാൻ നേരത്തെ ആ സംഭവം ഊബറിന് കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല. കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ട്രിപ്പ് അടിച്ചത്. പിന്നെ ഊബറിന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇത് ഈ ഒരു സംഭവം കംപ്ലയിൻറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് ഓടാൻ. വേണ്ട, അങ്ങനെ വരൂ. അടുത്ത ട്രിപ്പ് ഇതൊന്ന് കംപ്ലീറ്റ്, ചെറിയ ഓട്ടാണ്. ആ കംപ്ലൈൻറ്റ് ചെയ്യാനുള്ളൊരു ടൈം നമുക്ക് കിട്ടിയിട്ടില്ല, നേരത്തെയും കിട്ടിയില്ല, ഇവിടെ കിട്ടിയിട്ടില്ല. ഓട്ടോ നമ്മൾ IMA ഹൗസ് എന്നാട്ടോ പിക്കപ്പ് ഉള്ളത്. എന്തോ പരിപാടി നടക്കുന്നുണ്ട്. പുള്ളിയാന്ന് വിചാരിക്കുന്നു. ഒരാൾ പുറത്ത് നിൽക്കുന്നുണ്ട്. സംഭവം ചേട്ടാ വലിയ വണ്ടിയൊക്കെ ഉണ്ട്, സ്പേസ് അവിടെ ഒരുപാടുണ്ട്. പുറത്ത് പോവാം. ഓക്കെ, അൻകിത ഒന്ന് വിളിച്ചു നോട്ടെ. Hello? Yeah, I'm coming. Okay, I'm fine. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട്. ആപ്പ് ഊമ്പിന്ന് പറയേണ്ടി വരുള്ളൂ, ഇല്ല ഊമ്പിന്ന് പറയാനില്ല. അപ്പോൾ ഞാൻ ഓഫ് ചെയ്ത്, കാരണം എനിക്ക് ആ കംപ്ലൈൻറ്റ് രേഖപ്പെടുത്തും വേണം. പിന്നെന്താ, CNG അടിക്കണം, ഫുഡ് കഴിക്കണം, വിശക്കുന്നുണ്ട്. എല്ലാത്തിനെക്കാട്ടും മെയിനായിട്ടുള്ളത് ഫുഡ് കഴിക്കാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരെ CNG അടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോകണോട് നിന്നാണ് നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ CNG ഫില്ലാക്കി 465 രൂപയ്ക്കാണ് CNG ഫില്ലാക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ വന്ന് നമ്മളുടെ പാലാരിവട്ടം ഫ്ലൈ ഓവറിന് താഴെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഭക്ഷണം കഴിച്ചു. 110 രൂപ ഫുഡ് ഞാൻ പാക്കറ്റുണ്ട്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പേഴ്സണൽ നോട്ട് ഉണ്ടല്ലോ സ്ഥിരം എടുക്കുന്നത്, അവരെ വിളിച്ചപ്പോൾ അവർ ഒരു
15 മിനിറ്റ് കൊണ്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ അതും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ഊബർ ഓൺ ആക്കുന്നുള്ളൂ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് 15 കിലോമീറ്റർ എനിക്ക് 400 രൂപ കിട്ടും. ഇവിടെ 25 കിലോമീറ്റർ ഓടിയിട്ട് എനിക്ക് എന്തിനാ 361 രൂപ കിട്ടിയത്. ഞാൻ വിളിച്ച് കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ല അവരോട്. കാരണം ഇപ്പോൾ അത് കണ്ടില്ല, നേരത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്താ, അത് ഞാൻ എന്തായാലും വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യും. അതെന്താ അവരുടെ മറുപടി എന്നുള്ളത് ഞാൻ കറക്റ്റ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്നാൽ ഓക്കെ ഗൈസ്. ഹായ് ഗൈസ്. അപ്പോൾ നമ്മുടെ പേഴ്സണലോട്ടം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് നമ്മുടെ രാജഗിരി പോയി കിടക്കും. ഇന്നലെ ഇതേമാതിരി ഒരു മൂഞ്ചി ഓട്ടം കിട്ടില്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലേ 25 കിലോമീറ്റർ ഓടിയിട്ട് 361 രൂപ വന്ന് ഊമ്പിച്ചു ഊബർ എന്നുള്ളത്. അത് ഈ ഊബർ ഡ്രൈവർമാർക്ക് എല്ലാവർക്കും മനസ്സിലാവും ഊമ്പിക്കലാണെന്നുള്ളത്, ആണോ അല്ലേ എന്നുള്ളത്. എന്താ പറയുക, അതുകൊണ്ട് ഇനി അങ്ങനത്തെ ട്രിപ്പ് ഇവിടുന്ന് കിട്ടരുതേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഗൈസ്, നമ്മുടെ രാജഗിരി എത്തിയിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ടാക്സി വണ്ടി കിടക്കുന്നുണ്ട്. അപ്പം നമ്മളും ഇവിടെ സൈഡാക്കാൻ പോവാണ്. ഇനി ഇവിടെ നിന്നൊരു ട്രിപ്പ് അടിക്കുന്നവരെ വേറൊരു ഭാഗത്തോട്ടും ഇല്ല ഗൈസ്. ഓക്കെ, അപ്പം നീ ട്രിപ്പ് അടിച്ചിട്ട് കാണാം. ഗൈസ്, നമുക്കിപ്പോൾ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നല്ല, കുറച്ച് ഫ്രണ്ടിൽ നിന്നാണ്. ആലുവ ഭാഗത്തേക്കാണ്. അയ്യോ, ഞാനൊന്ന് എന്താ പറയുക, സത്യത്തിൽ 12 മണിയായല്ലോ, ഒന്ന് ഉറങ്ങാനുള്ള ടൈം ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് കണ്ണടയ്ക്കാനുള്ള ടൈം ഉണ്ടാവും എന്ന് വിചാരിച്ചായിരുന്നു. അതെന്തായാലും ഇല്ല. അപ്പം എന്തായാലും കസ്റ്റമർ എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. കസ്റ്റമർ എടുത്തെത്തിയിട്ട് കാണാൻ. എന്തായാലും നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടെ റൂട്ടിലൊന്നും ആരും കാണുന്നില്ല. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. അരുൺ, ഹലോ. ഞാനവിടെ താനുണ്ട്. ഓക്കെ ശരി. ഇത് ഇത്രയേ ഉള്ളൂ മര്യാദ. ഫോൺ എടുക്കുക, 1 മിനിറ്റോ 2 മിനിറ്റോ വരുന്നു എന്നൊരു വാക്ക് പറയാം. അതൊരു മര്യാദയല്ലേ? നമ്മൾ വെയിറ്റ് ചെയ്യുമല്ലോ എത്രയായാലും. ഇനിയിപ്പോൾ കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും. അല്ലാതെ ഫോൺ എടുക്കാതെ ഉണ്ടാകുന്നിട്ടൊക്കെ എന്താ കാര്യമുള്ളത്? ഇതൊരു മര്യാദ കേട്, മര്യാദ ഉള്ള മനുഷ്യൻ. അപ്പോൾ നമ്മളത് കറക്റ്റ് ലൊക്കേഷനിൽ നിൽക്കുന്നുണ്ട്. പുള്ളി വന്നിട്ട് നോക്കാം ഗൈസ്. ഗൈസ്, ആ ഒരു ഓട്ടം നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന്, ആലുവ റെയിൽവേ സ്റ്റേഷൻ, നമ്മുടെ കസ്റ്റമറായിട്ടാണ് പോകുന്നത്. നല്ല കമ്പനിയാണ് പുള്ളി. എനിക്ക് കിട്ടിയ ഫെയർ ഞാൻ പറഞ്ഞില്ല അല്ലേ, 1 മിനിറ്റ്. എനിക്ക് കിട്ടിയ ഫെയർ ഈശ്വര, ഞാൻ സെക്കൻഡ് കിട്ടിയിട്ട് 50 അടിക്കാന്ന്. 155.80 പൈസ. 6.64 കിലോമീറ്റർ. 6.64 കിലോമീറ്റർ, 15 മിനിറ്റ് റണ്ണിങ്. 6 കിലോമീറ്ററും 640 മീറ്ററും. ഓക്കെ, അപ്പം എന്നാൽ ഇനി ഇവിടെ തന്നെ സൈഡാക്കാം ഗായ്സ്. അപ്പോൾ നമുക്കിത് അടുത്ത ചെറിയൊരു ഓട്ടം അടിച്ചിട്ടുണ്ട്. ഫേക്കാണോ എന്ന് എനിക്ക് ചെറിയ സംശയം ഇല്ലാതില്ല. 130 മീറ്റർ മുന്നിൽ കസ്റ്റമർ ഉണ്ട്. അത് തന്നെ ഏതൊരു ഏരിയ, 8 മിനിറ്റാണ് കാണിച്ചത് ഡ്രോപ്പ്. നോക്കാന്ന് എനിക്കറിയത്തില്ല എന്തായാലും. 2 ഇന്ത്യക്കാരിറ്റിയാണ് സാറേ. ഓക്കെ 2 ഹിന്ദിക്കാരാണ്.
എൻ്റെ സീറിൽ കത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ കേട്ടോ. ഞാൻ അത്രയും ചാരി എടുത്തപ്പോൾ. रूम किधर है तुम लोग का? इधर ഇവര് ഇവരിവിടെ ഈ ഇത് എങ്ങനെയാ സെക്സ് വർക്കേഴ്സാണ്. ഓക്കെ തീർച്ചയാക പെരുമ്പാവൂര്. ഓക്കെ ഇधर चलो दवा लेना आया था। दवा लेने आया बाबू। दवा लेना आया था क्या बाबू हम लोग के कभी महीने हलवा में को देखना हमको कभी അങ്ങനെ അവരവിടെ ഇട്ട് അവന്മാർ കുറേ കുടഞ്ഞ് വർത്താനം പറഞ്ഞ് മൊബൈൽ നമ്പറൊക്കെ വാങ്ങിച്ച് ഭീഷണിയൊക്കെ പെടുത്തി. അതിൻ്റെ ഇടയിൽ കൂടി ചേച്ചി എൻ്റെ നമ്പർ വാങ്ങിക്കി ഇവനാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അതിനെക്കാട്ടി വലിയ കഥ. ഞാൻ ഊബർ ഡ്രൈവറാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്നാലും വാങ്ങിച്ചേക്ക് അവരെവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണമെന്ന് മനസ്സിലാക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്പറൊക്കെ വാങ്ങിച്ച്. എന്തായാലും എന്നെ കോൺടാക്ട് ചെയ്താലും ഞാനവരെ ഡ്രോപ്പ് ചെയ്ത് എവിടെയൊന്നും പറയാൻ പോകുന്നില്ല, അങ്ങനെയൊന്നും പറയാൻ പോകുന്നില്ല, ഒന്നുമില്ല. എന്തായാലും ഞാൻ കുറച്ച് നേരം നിർത്തുന്നു. അവരെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എനിക്ക് അവിടുന്ന് വണ്ടി എടുത്ത് പോരാൻ കഴിഞ്ഞത് കേട്ടോ. എന്തായാലും ഇവരുടെ എവിടെ ഡ്രോപ്പ് ചെയ്തൊന്ന് പിടിച്ചെന്നോ ഒന്നും തന്നെ നമ്മളെ വീഡിയോയിൽ ഉണ്ടായിരിക്കില്ല. ഈ ഫയറിൻ്റെ ഇതും ഞാൻ എടുത്തിട്ടില്ല ആ ഒരു ഏരിയൻ്റെ. അപ്പം എന്തായാലും അടുത്ത ട്രിപ്പ് നോക്കിയിട്ട് നമുക്ക് റെഡിയാക്കല്ല ബാക്കി കാര്യങ്ങളൊക്കെ. ട്രാൻസായിട്ടുള്ള 2 പയ്യന്മാരാണ്, ചെറിയ പയ്യന്മാരാണ്. എനിക്കൊന്നും പറയാനും തോന്നിയില്ല അവന്മാരോട്. ഗായ്സ് അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ എന്നാണ് കേട്ടോ. ഒന്ന് പിന്നെ അതെടുത്ത് വന്നിട്ട് കാണാം ഗായ്സ്. ഓക്കെ 9102 ഒറ്റ 9102. ഓക്കെ ഇത് എവിടെയാണ് മൊത്തം ലൊക്കേഷൻ? യൂസഫ് കോളേജ് മില്ലുപടി. എങ്ങോട്ടാണ് ഗൈസ്? അപ്പോൾ നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഏണിങ്സ് എന്ന് പറയുന്നത് സംഭവം ഞാൻ 120 ക്യാഷ് കളക്ട് കാണിച്ചത്. പക്ഷെ അതൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടായിരുന്നു. എനിക്ക് കിട്ടിയത് 150 രൂപ 5 പൈസ, 7 കിലോമീറ്റർ 14 മിനിറ്റ് റണ്ണിങ്. ഞാൻ ഗൈസ് അപ്പോൾ നമുക്കിത് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. പിക്കപ്പ് ലൊക്കേഷൻ കാണിച്ചാൽ ഒരു 4 കിലോമീറ്റർ ഉണ്ട്. ഒരു 10 മിനിറ്റ് ആയിരുന്നു ഓട്ടം. ഗൈസ് ഊബർ സത്യത്തിൽ തന്തയില്ലായ്മ ഇത്തരം തന്നെയാണ് കാണിക്കുന്നത്. കാരണം എനിക്കൊരു ഐഡിയ കിട്ടില്ല, വഴിയില്ല അവിടെ. ആ റോഡ് അങ്ങനത്തെ റോഡ് ഞങ്ങൾക്ക് ഇല്ല. അതൊക്കെ കാണിച്ചത് വഴി കാണിച്ചത് നിങ്ങൾ. റോഡ് പഴയ കാലത്ത് അടച്ചാണ്. ആലുവേൻ്റെ അവരെ മാർക്കറ്റിൽ നിന്ന് ഉള്ളിക്കുള്ള ആ റോഡ് അടച്ചിട്ടതാണ്. എനിക്ക് മനസ്സിലാവില്ല ഞാൻ എങ്ങനെയൊക്കെയോ ഇറങ്ങിയ മാർക്കറ്റിനുള്ളിൽ കൂടി ഇതിന് പാലത്തേക്ക് ഇറങ്ങി, പാലത്തിൻ്റെ പെട്രോൾ പാലത്തേക്ക് ഇറങ്ങി പൊളിച്ചുകൊണ്ട് നേരെ ട്രിപ്പ് അത് ക്യാൻസൽ ചെയ്ത്. ക്യാൻസലേഷൻ റേറ്റ് കൂടിയാലും വേണ്ടില്ല തന്തയില്ലാത്തമാരെ. കാരണം എന്ത് ചെയ്യാനാണ്? എന്തോ ബഗ്ഗാണോ എന്താണോ ഒന്നും തന്നെ അറിയില്ല. നേരെ അവിടെ വണ്ടി എടുത്ത് കാലടിച്ചാലും വേണ്ട, നമുക്ക് റൂമിലായിട്ട് പോകാന്നുള്ള പ്ലാനിങ്ങിൽ പാലക്കാട്ടും അധികം പോകാന്ന് വെച്ചാൽ സുമാരി ഭ്രാന്ത് പിടിച്ച്. അപ്പോൾ ഗൈസ് നമ്മൾ ആലുവയിൽ നിന്ന് ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് പോകുന്നു. ക്യാൻസലേഷൻ റേറ്റ് 1% കുറയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 3 ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്നില്ല, എനിക്ക് മടുത്തിട്ടുണ്ടായിരുന്നു ആ ഏരിയ. ഞാൻ അപ്പോൾ ചങ്ങമ്പുഴ എത്തി ഇരുന്നപ്പോൾ എനിക്കൊരു ചെറിയൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മളെ മുന്നിൽ തന്നെ വേറൊരു ടാക്സി ഉണ്ട്. നമ്മുടെ ലൊക്കേഷൻ തന്നെയാണ്, ടാക്സിക്കാരുടെ ലൊക്കേഷൻ തന്നെയാണ്. എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും കസ്റ്റമർ ഒന്ന് വിളിച്ചു നോക്കാം എന്തായാലും. ഹലോ ഊബർ അല്ലേ? ആ അതെ. വിളിക്കുന്നേ? അവർ ഭർത്താവും ഭാര്യയും
ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഭർത്താവ് വിളിച്ച ഊബറാണ് ആ കാണുന്നത്, ഭാര്യ വിളിച്ച ഊബറാണ് എൻ്റെത്. എന്ത് ചെയ്യാനാണ്? ഞാൻ വിളിച്ച് പുള്ളിക്കാരി വരാമെന്നും പറഞ്ഞ് ഞാനും വെയിറ്റ് ചെയ്തു. പുള്ളിക്കാരി നേരെ വന്ന് ആ വണ്ടി കയറിപ്പോയി. എനിക്ക് അപ്പം തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ജസ്റ്റ് കുറച്ച് 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കണ്ട് അവർ വിളിച്ച് ചോദിച്ചു. എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല, ക്യാൻസലേഷൻ ആയിട്ട് പിന്നെ കൂടുതൽ ചെയ്യുക. അപ്പോൾ അവർ പറഞ്ഞു ഊബർ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഭർത്താവും ഭാര്യ കൂടി വണ്ടിയിലിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടാ ക്യാൻസൽ ചെയ്യുന്ന വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ചേട്ടാ സോറി എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഈ ക്യാൻസലേഷൻ ഒരു 15 രൂപ കിട്ടി. ഞാൻ മെല്ലെ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോന്നു. ഗൈസ്, അപ്പോൾ നമ്മളിത് ആ ഓട്ടം കഴിഞ്ഞ് അതേ സ്പോട്ടിൽ ആ ക്യാൻസലേഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ വന്ന് കിടന്നു. അപ്പോൾ നമുക്ക് അടുത്തത് അടിച്ചിട്ടുണ്ട്. കസ്റ്റമർ നമ്മുടെ ഫ്രണ്ടിലാണുള്ളത്. നേരെ മുന്നിൽ പോയിട്ട് യൂട്ടേൺ അടിച്ച് വരണം. കസ്റ്റമർക്ക് കോൾ ചെയ്യുന്നുണ്ട്. 90 മീറ്റർ ആണ് കാണിക്കുന്നത്. ഹലോ, ചേട്ടനാണ് റോഡ് നിൽക്കുന്നത്? ആ ബ്ലാക്ക് ഷർട്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട പുള്ളി തന്നെയാണ് അത്. ഒറ്റ മിനിറ്റ്. 0870 എവിടെയാണ് ലൊക്കേഷൻ ഇത്? ഗൈസ്, നമ്മൾ ആ ട്രിപ്പ് ഇത് കംപ്ലീറ്റ് ചെയ്തു. അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടാവും സൗത്ത് ചിറ്റൂരിക്ക്. ഒരു 3 കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ്. എവിടെയാണെന്ന് അറിയില്ല പിക്കപ്പ് ലൊക്കേഷൻ. എന്തായാലും പോയി നോക്കാം ഗൈസ്. കിലോമീറ്റർ പിക്കപ്പ് ലൊക്കേഷൻ. ഒരുപാടുണ്ടല്ലോ പോകാൻ. ഇതെന്താ സാധനം? ഒരു വെറൈറ്റി ഒരു ചെറിയൊരു കിളി. അവനാലും ഈ പിക്കപ്പ് ലൊക്കേഷൻ എത്തിയത് കാണാം ഗൈസ്. ഗൈസ്, നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരനെ മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, ഓ അങ്ങനെ 0069. ഇത് എവിടെ ലൊക്കേഷൻ? ഇത് ആസ്റ്റർ മിഡ് സിറ്റിയുടെ ചിറ്റൂർ എന്ന് പറയും. ഫസ്റ്റ് ട്രിപ്പിൻ്റെ നമ്മൾ എത്ര ഫെയർ കിട്ടിയെന്ന് പറഞ്ഞില്ലാന്നുണ്ടല്ലേ? ഈ ഫസ്റ്റ് ട്രിപ്പല്ല, ഈ കഴിഞ്ഞ ട്രിപ്പിൻ്റെ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഈ ട്രിപ്പിന് എനിക്ക് കിട്ടിയെന്ന് പറയുന്നത് എനിക്ക് കിട്ടിയെന്ന് പറയുന്നത് 120 രൂപ 39 പൈസ. അതായത് 4 കിലോമീറ്റർ. പിക്കപ്പ് 3 കിലോമീറ്റർ ഉണ്ടായിരുന്നു, ഡ്രോപ്പ് 4 കിലോമീറ്ററും. 7 മിനിറ്റ് റണ്ണിങ്. ഓക്കെ, വലിയ കുഴപ്പമില്ലാത്ത ഫെയറാണ്. പിന്നെ നേരെ മുമ്പത്തെ ട്രിപ്പ് കിട്ടിയത് 183 രൂപ 8 കിലോമീറ്റർ 11 മിനിറ്റ് റണ്ണിങ്. അതും തരക്കേടില്ല. ഇനിയിപ്പോൾ സൗത്ത് ചിറ്റൂർ നിൽക്കുന്ന ആസ്റ്റർ മെഡിസിറ്റിൻ്റെ അവിടെ നിന്ന് പച്ചാളം പോകുന്ന റൂട്ടിൽ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. സമയം 4:15 ആയിട്ടുമുണ്ട്. ഇത് കാണിക്കും ഗൈസ് ഓപ്പർച്യൂണിറ്റീസ്. ഗൈസ്, അപ്പോൾ നമ്മളവിടെ നിന്ന് മാമംഗലം വഴി ഇങ്ങോട്ട് പോന്നിരുന്നു. മാമംഗലം എത്തിയ ഉടനെ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മൾ കസ്റ്റമർ എടുക്കാൻ പോവാണ്. ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ കസ്റ്റമർ ആണോ നിൽക്കുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. അതന്നെയാണ് കസ്റ്റമറിനെയാണ്.
നിങ്ങൾക്ക് അല്ലല്ല പിൻ നമ്പർ 5654 5654 സൗത്ത് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ അല്ലേ ഓക്കെ. ഗൈസ് നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഡ്രോപ്പ് ചെയ്തു. 160 രൂപയാണ് നമുക്ക് ഫെയർ കിട്ടിയിട്ടുള്ളത്. എത്ര കിലോമീറ്റർ ആണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. 1 മിനിറ്റ് 20 7.14 കിലോമീറ്റർ 160.82 പൈസ 13 മിനിറ്റ് റണ്ണിങ്. തരക്കേടില്ല. അപ്പം എന്നാ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ ഗൈസ്. നമുക്കിത് ഒരു അല്പനേരത്തെ കാത്തിരിപ്പിന് ശേഷം, അല്പനേരമൊന്നുമില്ല 10 മിനിറ്റ് ഇരുന്നുണ്ടാവുള്ളൂ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അടിച്ചിട്ടുണ്ട്. അതെ, നമ്മൾ കസ്റ്റമർ എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. കൂടി കഴിഞ്ഞ് മിക്കവാറും ഞാൻ സൈഡാക്കും. കാരണം കുഞ്ഞു ഓട്ടങ്ങളായിട്ട് ഒരുപാട് ഓട്ടം ഓടുകയും ചെയ്തിട്ടുണ്ട്. നല്ല ടയേർഡായിട്ടുണ്ട് ഞാൻ. വണ്ടിയിൽ നിന്ന് ആകെ ഭക്ഷണം കഴിക്കേണ്ടി മാത്രം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കസ്റ്റമർ എടുത്തിട്ട് കാണാം. നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. എന്താ പറയുക, ഞാൻ ആപ്പ് ഓഫാക്കിയിട്ട് ആകെ ടയേർഡാണ്. എന്തെങ്കിലും ഒന്ന് കുടിക്കണം, വെള്ളം എന്തെങ്കിലും ഒന്ന് ചെന്നാൽ മാത്രമേ ഒന്ന് ഓക്കെ ആവുള്ളൂ. അപ്പോൾ ഞാൻ അത്താണി പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം ഇനി നമ്മൾ നാട്ടിലേക്ക് ലൊക്കേഷൻ എടുക്കാൻ. ഇപ്പോൾ ഞാൻ വന്നത് ഫെയർ ഇപ്പോൾ പറഞ്ഞുതരാവേ. 636.60 പൈസ തിരക്കേടില്ലാത്ത ഫെയർ കിട്ടിയിട്ടുണ്ട്. 30 കിലോമീറ്റർ 45 മിനിറ്റ്. പിന്നെ പുള്ളിക്കാരൻ 50 രൂപ എക്സ്ട്രാ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 700 രൂപയായിട്ടുണ്ട്. ആ 700 രൂപ കൂടെ ആയപ്പോൾ കറക്റ്റ് സെറ്റായിട്ടുണ്ട്. എന്താ നമ്മൾ ഒരു ചായയും ഒരു കടിയും കഴിച്ചു. എല്ലാം തന്നെ ഞാൻ പോണ പോക്കിൽ ബാലൻസ് പോയി എവിടെയും വീണേല്. അതൊക്കെ അങ്ങ് ചെന്നപ്പോൾ ഒരു ഉഷാറായിട്ടുണ്ട്. ഹായ് ഗായ്സ്, അപ്പോൾ സമയം ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. 6:45 നമ്മളിത് ഇവിടെ കാലടിച്ച് വന്നു. ഞാനിവിടെ എടപ്പള്ളി എത്തിയപ്പോൾ ആപ്പ് കൊണ്ട് ഓഫാക്കി. ഇനിയിപ്പോൾ ഓടുന്നില്ല. ഒന്നാമത് നല്ല ടയർഡാണ്. എനിക്ക് ഈ ഉറക്കത്തിൻ്റെ ചെറിയൊരു വിഷയമുണ്ട്. 2 ദിവസം മര്യാദയ്ക്ക് ഉറക്കം സെറ്റ് ആയിട്ടില്ല. അതിൻ്റെ ഒരു വിഷയമുണ്ട്. പിന്നെ ഇന്ന് ആകെ എടുത്തത് 2 ട്രിപ്പാണ്. ഇന്ന് രാവിലെ 4 മണി ഇട്ടിട്ട് ഈ 6:45 വരെ എടുത്തത് 2 ട്രിപ്പ് 797. പിന്നെ ഇന്നലെ എടുത്തതാണ് വെച്ചാൽ ഇന്നലെ എടുത്തത് 11 ട്രിപ്പ് 2284 പ്ലസ് 400 പ്രൈവറ്റ് ഓട്ടുണ്ട്. ഏകദേശം 2600 ആ ഒരു റേഞ്ച് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നും ഈ 2200 2400 കിട്ടുമെന്ന് വിചാരിക്കേണ്ട. എന്ത് വന്നാലും 1500 2000 എന്ത് വന്നാലും കിട്ടും. അതിൻ്റെ മേലേക്ക് എന്താ അവസ്ഥ എന്ന് അറിയത്തില്ല. ഇതെന്താ സംഭവം? വായൻ്റെ സംഭവം വണ്ടീൻ്റെ ആക്സിലുണ്ട്. ബാക്ക് വീല് ഒട്ടിഞ്ഞ് പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ഡെയിലി ഉള്ള വരുമാനം. ഡെയിലി എങ്ങനെ വന്നാലും 1500 2000 അതിൻ്റെ ഉള്ളിൽ എന്ത് വന്നാലും കിട്ടും. നമുക്കൊരു 10-400 രൂപയുടെ CNG കറക്റ്റ് ആവും. പിന്നെ നമ്മൾ കാലടിച്ച് കൂടാണിച്ച് ചിലപ്പം 10-500 ആവും. 400 രൂപയുടെ CNG ഉണ്ടെങ്കിൽ നമുക്ക് 1500-2000 ഇടയ്ക്ക് നമുക്ക് ഓടാൻ കഴിയും. അപ്പം എന്നാൽ ഇന്ന് റെസ്റ്റാണ്, ഇന്ന് ഓടുന്നില്ല. ഇന്ന് ഞാൻ പുതിയൊരു വ്ളോഗ്
സ്റ്റാർട്ട്, ഞാൻ പുതിയ വ്ളോഗല്ല, വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പുതിയ കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.